ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം ചതുർത്ഥോധ്യായഃ. നാലാമത്തെ അധ്യായം മുതൽ ഇനിയുള്ള 3 അധ്യായങ്ങളിലായി ഋഷഭദേവന്റെ ചരിതമാണ് പറയുന്നത്. ശ്രീശുക ഉവാച. ഒന്നാമത്തെ ശ്ലോകം. അധഃ തം ഉത്പത്യാ ഏവ അഭിവജ്യമാന ഭഗവത് ലക്ഷണം. തമുത്പത്യൈവ അഭിവജ്യമാന ഭഗവത് ലക്ഷണം സാമ്യ ഉപശമ വൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭിഃ അനുദിനം ഏധമാന അനുഭാവം പ്രകൃതയഃ പ്രജാഃ ബ്രാഹ്മണാഃ ദേവതാഃ ച അവനിതല സമവനായ അതിതരാം ജഗൃധുഃ. അഥ അനന്തരം ഉത്പത്യാ ഏവഃ ജന്മനാൽ തന്നെ അഭിവജ്യമാനം എല്ലാ അർത്ഥത്തിലും വ്യഞ്ജിക്കപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ പെരുമാറ്റം കൊണ്ട് തന്നെ അഭിവജ്യമാന ഭഗവത് ലക്ഷണം, ഇത് ഭഗവാൻ തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഋഷഭദേവന്റെ പെരുമാറ്റം. അത് എന്തൊക്കെയായിരുന്നു? സാമ്യം, സമത്വബുദ്ധി, എല്ലാവരോടും ഒരേപോലെ, ഉപശമം, ശാന്തത, വൈരാഗ്യം, വിരക്തി, ഐശ്വര്യം, അണിമാതി സിദ്ധികൾ, മഹാവിഭൂതി, സമസ്ത സമ്പത്തുകൾ, അത് ആ സ്വഭാവം കൊണ്ടും എല്ലാ ഐശ്വര്യവും തികഞ്ഞ എന്നിവയോടെ അനുദിനം നാൾതോറും ഏധമാനം വളർന്നു വരുന്ന അനുഭാവം മഹിമാതിശയത്തോടുകൂടിയ തം ആ രാജകുമാരനെ തങ്ങളുടെ രാജാവായി കാണാൻ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. അതാണ് പ്രകൃതയഃ. മന്ത്രിമാർ, സേനാധ്യക്ഷന്മാർ മുതലായവരും ആ രാജ്യത്തെ പ്രജാഃ ബ്രാഹ്മണാഃ ദേവതാഃ ച പ്രജകളും ബ്രാഹ്മണരും എന്തിന് ദേവന്മാർ പോലും ഈ ഋഷഭദേവൻ അവനിതല സമവനായ ഭൂതല സംരക്ഷണാർത്ഥം രാജാവായി തീരണമെന്ന് അതിതരാം ജഗൃധുഃ അത്യന്തമായിട്ട് അവർ അഭിലഷിച്ചു. ജന്മനാൽ തന്നെ ഇത് ഭഗവാന്റെ അവതാരമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ശാന്തി, സമത്വബോധം, എല്ലാവരോടുമുള്ള സഹവർത്തിത്വം, നല്ല എല്ലാ അർത്ഥത്തിലും ഭഗവാന്റെ ഗുണഗണങ്ങളോട് കൂടിയ ആ സ്വഭാവം കണ്ടിട്ട് ഇദ്ദേഹം ഞങ്ങളെ ഭരിച്ചാൽ എന്തുകൊണ്ടും നല്ലതായിരുന്നു എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. രണ്ടാമത്തെ ശ്ലോകം. തസ്യഃ വാ ഇത്തം വഷ്മണാ വരീയസ ബൃഹത് ശ്ലോകേന ച ഓജസ ബലേന ശ്രിയാ യശസ വീര്യശൗര്യാഭ്യാം ച പിതാ ഋഷഭ ഇതി ഇദം നാമ ചകാര. ഇത്തം ഇപ്രകാരം വരീയസ അതിശ്രേഷ്ഠമായതും ബൃഹത് ശ്ലോകേന ഒരുപാട് കവികൾക്ക് വർണ്ണിക്കാൻ ഇടയാക്കിയ അത്രയധികം ഗുണഗണങ്ങളോടുകൂടിയ ആ വഷ്മണ ശരീരം കൊണ്ടും ഓജസ ഓജസ്, ബലേന ബലം, ശ്രിയ ശ്രീ, യശസ് വീര്യം, ശൗര്യം വീര്യശൗര്യാഭ്യാം ഇവ കൊണ്ടൊക്കെ പിതാവായ നാഭി തസ്യഃ ആ കുമാരന് ഋഷഭഃ ഇതി, ഋഷഭൻ എന്നാൽ അത്യുത്തമനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ളവൻ, ഇതി ഇദം നാമ വൈ ചകാര ഇങ്ങനെ വളരെ അന്വർത്ഥമായിട്ടുള്ള പേര് അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ്. അങ്ങനെ നാമകരണം ചെയ്തു. നമ്മുടെ പേര് നമ്മുടെ സ്വഭാവത്തിന് അന്വർത്ഥമായിരിക്കണം എന്നാണ്. അങ്ങനെ ഇടുമ്പോഴാണ് ആ വിളിക്കും ഒരു അർത്ഥമുണ്ടാകുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശ്രേഷ്ഠൻ എന്ന് അർത്ഥം വരുന്ന ഋഷഭൻ എന്ന പേര് തന്നെ ആ മകന് കൊടുത്തു.
ഋഷഭദേവൻ തൻ്റെ ആ യോഗൈശ്വര്യത്താൽ താൻ ഭരിക്കുന്ന ആ വർഷത്തിന് അഥവാ രാജ്യത്തിന് എല്ലാവിധ പുരോഗതിയും ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടിട്ട് എപ്പോഴത്തെയും പോലെ ദേവേന്ദ്രന് അസൂയയായി. മൂന്നാമത്തെ ശ്ലോകം. തസ്യ ഹി ഇന്ദ്രഃ സ്പർദ്ധമാനഃ ഭഗവാൻ വർഷേ ന വവർഷ തത് അവധാര്യ ഭഗവാൻ ഋഷഭദേവഃ യോഗേശ്വരഃ പ്രഹസ്യ ആത്മയോഗമായയാ സ്വവർഷം അജനാഭം നാമ അഭ്യവർഷത്. ഭഗവാൻ ഇന്ദ്രഃ ഹി, ഭഗവാൻ ദേവേന്ദ്രനാകട്ടെ, സ്പർദ്ധമാനഃ, ഈ ഋഷഭദേവനോട് മത്സര ബുദ്ധിയാർന്നുകൊണ്ട്, തസ്യ വർഷേ, ആ വർഷത്തിൽ അഥവാ ആ രാജ്യത്ത്, നവവർഷ, ഈ വവർഷയ്ക്ക് മഴ പെയ്യിച്ചില്ല എന്നർത്ഥം. എന്നാൽ ഭഗവാനാണ് ഇത് എന്ന് ദേവേന്ദ്രൻ മറന്നുപോയി. യോഗേശ്വരഃ ഭഗവാൻ, യോഗേശ്വരനും ഭഗവാനുമായ ഋഷഭദേവഃ, ഋഷഭദേവൻ, തത് അവധാര്യ, അതറിഞ്ഞിട്ട്, പ്രഹസ്യ, നന്നായി ഉള്ളിലൊന്ന് ചിരിച്ചിട്ട്, ആത്മയോഗമായയാ, തൻ്റെ യോഗമായ വൈഭവത്താൽ, അജനാഭം നാമ, ആ വർഷത്തിന്റെ പേര്, രാജ്യത്തിന്റെ പേര് അജനാഭം എന്നായിരുന്നു. മുൻപ് പറഞ്ഞിട്ടുണ്ട്, ആഗ്നേധ്രന്റെ ഓരോ മക്കളുടെയും പേരിൽ തന്നെയാണ് ആ വർഷം അഥവാ രാജ്യം അറിയപ്പെട്ടത്. അപ്പോൾ നാഭിയാണ് ഇവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ നാഭി ഭരിച്ച വർഷം എന്ന അർത്ഥത്തിലാണ് അജനാഭം എന്ന് പേര് കിട്ടിയത്. ആ വർഷത്തിൽ, ആ രാജ്യത്ത്, സ്വവർഷം, ഇവിടെ സ്വവർഷം എന്നാൽ തൻ്റെ രാജ്യത്ത്, അഭ്യവർഷത്ത്, തൻ്റെ യോഗമായ കൊണ്ട് ആ ഋഷഭദേവൻ തന്നെ മഴ പെയ്യിച്ചു എന്നാണ്. അപ്പോൾ ഇന്ദ്രൻ തോൽപ്പിക്കാൻ ശ്രമിച്ചു, മഴ പെയ്യാതെ ഇരുന്നാൽ ആ രാജ്യത്ത് വരൾച്ചയുണ്ടാകും, അപ്പോൾ ജനങ്ങൾ കഷ്ടപ്പെടും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ഈ പണിയെടുത്തത്. പക്ഷേ തൻ്റെ യോഗ ഐശ്വര്യത്താൽ ഋഷഭദേവൻ തന്നെ അജനാഭം എന്നു പേരുള്ള ആ വർഷത്തിൽ മഴ പെയ്യിച്ചു. നാലാമത്തെ ശ്ലോകം. നാഭിഹീതു യഥാ അഭിലഷിതം സുപ്രജസ്ത്വം അവരുദ്ധ്യ അതിപ്രമോദഭരവിഹ്വലഃ ഗദ്ഗദാക്ഷരയാ ഗിരാ സ്വൈരം ഗൃഹീത നരലോക സധർമ്മം ഭഗവന്തം പുരാണപുരുഷം മായാവിലസിതമതിഃ വത്സാ താതാ ഇതി സ അനുരാഗം ഉപലാളയൻ പരാം നിർവൃതിം ഉപഗതഃ. അച്ഛനായ നാഭിഹീതു, നാഭിയാകട്ടെ, യഥാഭിലഷിതം, താൻ ആഗ്രഹിച്ചതിനനുസരിച്ച്, സുപ്രജസ്ത്വം, നല്ല പുത്രനുണ്ടായവൻ എന്ന ആ സ്ഥിതിയെ അവരുദ്ധ്യ, കൈവരിച്ചതിലുള്ള അതിപ്രമോദഭരവിഹ്വലഃ, അത്യധികമായ സന്തോഷഭാരത്താൽ വിവശനായി ഭവിച്ചു. മായാവിലസിതമതിഃ, എന്നാൽ മായാ ലോകത്താണ് ഇപ്പോഴും നാഭിയുള്ളത്. നാഭിക്ക് ഇത് ഭഗവാനാണെന്ന ചിന്തയൊക്കെ പോയി. അതുകൊണ്ട് അദ്ദേഹം സ്വൈരം, സ്വേച്ഛയാ ഗൃഹീതം, ആ ഭഗവാൻ തൻ്റെ ഇഷ്ടപ്രകാരം സ്വീകരിച്ച് നരലോക സധർമ്മം, മർത്യനായി ജനിച്ച് ഭൂമിയിലെത്തിയാൽ ഒരാൾ പാലിക്കേണ്ട എല്ലാ ധർമ്മത്തോടു കൂടിയവനും പുരാണപുരുഷം, സാക്ഷാൽ ആദിപുരുഷനുമായ ആ ഭഗവന്തം, ഭഗവാൻ ഋഷഭദേവനെ മായ ബാധിച്ചതിനാൽ, വത്സ, താതാ ഇതി, എൻ്റെ മകനെ, എൻ്റെ ഉണ്ണി, ഇങ്ങനെയൊക്കെ, സ അനുരാഗം, വാത്സല്യപൂർവം, ഗദ്ഗദയാ ഗിര, ഇടറുന്ന വാക്കുകളാൽ വാക്കിൽ വിളിച്ച്, ഉപലാളയൻ, അടുത്തിരുത്തി താലോലിച്ചുകൊണ്ട്, അതിലങ്ങനെ പരാം നിർവൃത്തിം ഉപഗതഃ, പരമാനന്ദത്തെ പ്രാപിച്ചു. നാഭിക്ക് തൻ്റെ മകന്റെ ആ ഐശ്വര്യാദി സമ്പത്ത് കണ്ടിട്ട് വളരെയധികം സന്തോഷമായി. ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിച്ച കുഞ്ഞാണല്ലോ എന്ന ആ ചിന്തയിൽ, എന്നാൽ മായ ബാധിച്ച് അതിൽ മോഹിതനായിട്ട്, ഭഗവാനാണ് ഇത് എന്ന ഭാവമൊക്കെ മറന്ന്, എൻ്റെ മകനെ, എൻ്റെ മകനെ എന്ന ആ ബന്ധം, ആസക്തിയാൽ മകനെ സ്നേഹിച്ചു വന്നു.
എന്നാൽ മകനെ രാജ്യപരിപാലനം ഏൽപ്പിച്ച് എല്ലാവരെയും പോലെ നാഭിയും മേരുദേവിയോടുകൂടെ തപസ്സിനായിട്ട് പോയി. അതാണ് 5-ാമത്തെ ശ്ലോകം. വിദിത അനുരാഗം ആ പൗരപ്രകൃതി ജനപദഃ രാജാ നാഭിഃ ആത്മജം സമയസേതു രക്ഷായാം അഭിഷിച്യ ബ്രാഹ്മണേഷു ഉപനിധായ സഹ മേരുദേവ്യാ വിശാലായാം പ്രസന്ന നിപുണേന തപസാ സമാധിയോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവം ഉപാസീനഃ കാലേന തന്മഹിമാനം അവാപ. ജനപദഃ രാജ. ജനപദഃ എന്നാൽ ജനങ്ങളുടെ അഭിപ്രായത്തെ പ്രമാണമായി എടുക്കുന്ന ആ രാജാവായ നാഭി, ആ പൗരപ്രകൃതി, പുരവാസികൾ, മന്ത്രിമാർ, ഇവരുടെയൊക്കെ വിദിത അനുരാഗം, അവരൊക്കെ തൻ്റെ മകനെ, ആത്മജം, മകനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് സമയ സേതു രക്ഷായാം. സമയം എന്നാൽ സമയസേതു, ധർമ്മമര്യാദ സംരക്ഷണ വിഷയം, ഇതിലൊക്കെ തൻ്റെ മകൻ അഗ്രഗണ്യനാണ് എന്ന് കണ്ടിട്ട് അഭിഷിച്ച് രാജാഭിഷേകം ചെയ്ത് ബ്രാഹ്മണേഷു ഉപനിധായ, ബ്രാഹ്മണരുടെ അടുത്തിരുത്തിയ ശേഷം, അതായത് രാജഗുരുക്കന്മാരെ തൻ്റെ മകനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി നിങ്ങളുടെ ഉപദേശത്താൽ വേണം ഇവൻ രാജ്യം ഭരിക്കാൻ എന്ന അർത്ഥത്തിൽ. അതാണ് ബ്രാഹ്മണരുടെ അടുത്തിരുത്തി എന്ന് പറയുന്നത്. എന്നിട്ട് മേരുദേവ്യാ സഹ, പത്നിയായ മേരുദേവിയോടുകൂടെ വിശാലായാം, വിശാല എന്നാൽ ബദരികാശ്രമം, അവിടെ പ്രസന്ന നിപുണേന, തീവ്രമായിട്ടുള്ള സന്തോഷത്തോടെ ചെയ്ത തപസ്സിനാലും സമാധിയോഗേന, സമാധിയോഗത്താലും നരനാരായണാഖ്യം, നരനെന്നും നാരായണനെന്നും പേരുള്ള ഭഗവന്തം വാസുദേവം, ഭഗവാൻ ശ്രീ വാസുദേവനെ ഉപാസീനഃ, ഉപാസിച്ചിരുന്ന് അങ്ങനെ കാലേന, കാലമെത്തിയപ്പോൾ തന്മഹിമാനം, ആ ഭഗവാന്റെ മഹിമയെ അഥവാ ജീവൻ മുക്താവസ്ഥയെ അവാപ, പ്രാപിച്ചു. അങ്ങനെ നാഭിയും മേരുദേവിയും ഭഗവാനിൽ വിലയം പ്രാപിച്ചു എന്ന് പറയുകയാണ്. ഈ നാഭിയെ സംബന്ധിച്ച് 2 ശ്ലോകങ്ങൾ വിദ്വാൻമാർ ചൊല്ലാറുണ്ട്. അതിൽ 6-ാമത്തെ ശ്ലോകം കഹനു തത് കർമ്മ രാജർഷേഹേ നാഭേഹേ അന്വാചരേത് പുമാൻ അപത്യതാം അഗാത് യസ്യ ഹരിഹി ശുദ്ധേന കർമ്മണ. രാജർഷേഹേ, രാജാവും ഋഷിയുമായിരുന്ന നാഭേഹേ, നാഭിയുടെ തത്കർമ്മ, ജീവിതത്തിലുടനീളം അദ്ദേഹം അനുഷ്ഠിച്ച കർമ്മങ്ങളെ കഹനുപുമാൻ, ഏതൊരാൾക്ക് അന്വാചരേത്, അനുകരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. നാഭിയെപ്പോലെ ആർക്കാണ് ഇത്ര ശ്രേഷ്ഠത കൈവരിക്കാൻ സാധിക്കുക? അതിന് കാരണം യസ്യ, യാതൊരു നാഭിയുടെ ശുദ്ധേന കർമ്മണ, ഭക്തിവിശുദ്ധമായ യജ്ഞകർമ്മത്താൽ ഹരിഹി, ഭഗവാൻ ശ്രീഹരി തന്നെ അപത്യതാം അഗാത്ത്, പുത്രഭാവത്തിൽ വന്നുവല്ലോ. ഭഗവാൻ തന്നെ പുത്രഭാവത്തിൽ വന്നു എന്നതാണ് നാഭിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കാര്യം. അങ്ങനെ ആർക്കാണ് സാധിക്കുക? അല്ലെങ്കിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. 7-ാമത്തെ ശ്ലോകം ബ്രഹ്മണഃ അന്യഃ കുതഃ നാഭേഃ വിപ്രാ മംഗളപൂജിതാഃ യസ്യ ബർഹിഷി യജ്ഞേശം ദർശയാമാസുഃ ഓജസ. നാഭേഃ, നാഭിരാജാവിനേക്കാൾ ബ്രഹ്മണ്യഃ, ബ്രാഹ്മണ ഭക്തിയുള്ളവരായിട്ട് അന്യഃ, മറ്റൊരാൾ, കുതഃ, എവിടെയുണ്ട്? യസ്യ ബർഹിഷി, യാതൊരു നാഭിയുടെ യജ്ഞത്തിൽ വെച്ച് മംഗളപൂജിതാഃ, വിശിഷ്ട ദക്ഷിണാദികളാൽ ആരാധിതരായി ഭവിച്ചിരുന്ന ആ വിപ്രാഹ, ഋത്വിക്കുകൾ, യജ്ഞേശം, യജ്ഞഫലദാതാവായ ശ്രീഹരിയെ അവരുടെ ഓജസ, മന്ത്രവൈഭവത്താൽ ദർശയാമാസുഹു, പ്രത്യക്ഷമായി കാട്ടിക്കൊടുത്തില്ലേ? ഇതൊക്കെ തെളിയിക്കുന്നത് നാഭിയുടെ ബ്രാഹ്മണ ഭക്തിയാണ്.
അവരിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആ യജ്ഞം ചെയ്തതിനാലാണ് അവർ നാഭിക്കു വേണ്ടി വേദമന്ത്രങ്ങൾ ചൊല്ലി ഭഗവാനെ പ്രത്യക്ഷമാക്കിയത്. 8-ാമത്തെ ശ്ലോകം. അധഃ ഭഗവാൻ ഋഷഭദേവഃ സ്വവർഷം കർമ്മക്ഷേത്രം അനുമന്യമാനഃ പ്രദർശിത ഗുരുകുലവാസഃ ലബ്ധവരൈഃ ഗുരുഭിഃ അനുജ്ഞാതഃ ഗൃഹമേധിനാം ധർമാൻ അനുശിക്ഷമാണഃ ജയന്ത്യാം ഇന്ദ്രദത്തായാം ഉഭയലക്ഷണം കർമ്മ സമാംനായാംനാദം അഭിയുഞ്ജൻ ആത്മജാനാം ആത്മസമാനാനാം ശതം ജനയാമാസ. അഥഃ അതിൽ പിന്നെ ഭഗവാൻ ഋഷഭദേവഃ ഭഗവാനായ ഋഷഭദേവൻ സ്വവർഷം താൻ ഭരിക്കുന്ന അജനാഭം എന്ന വർഷത്തെ കർമ്മക്ഷേത്രം, ഇതാണ് എൻ്റെ കർമ്മക്ഷേത്രം, ഞാനിവിടെ കർമ്മം ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് അനുമന്യമാനഃ കരുതിക്കൊണ്ട് പ്രദർശിത ഗുരുകുലവാസഃ ലോകശിക്ഷണാർത്ഥം കാട്ടിക്കൊടുക്കപ്പെട്ട ഗുരുകുലവാസത്തോടു കൂടിയവനായിട്ട്. കാരണം ഭഗവാനാണ്, സർവജ്ഞനാണ്. എങ്കിലും ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതൊരു മനുഷ്യനും കടന്നു പോകേണ്ട അവൻ്റെ വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ ഇവയൊക്കെ ഭഗവാനായാലും ചെയ്യണം. അതുകൊണ്ട് ബ്രഹ്മചര്യത്തിൽ ഒരു ഗുരുകുലത്തിൽ പോയി താമസിച്ച് പഠിച്ച് പിന്നെ ലബ്ധവരൈഹി ഗുരുദക്ഷിണ ലഭിച്ച ഗുരുഭിഹി ആചാര്യന്മാരാൽ അനുജ്ഞാതഃ പിന്നീട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് അനുവദിക്കപ്പെട്ടവനായി ഭവിച്ച്. കാരണം ബ്രഹ്മചര്യം കഴിഞ്ഞപ്പോൾ അവരാണ് അനുമതി കൊടുക്കുന്നത്, ഗുരുക്കന്മാർ. നിനക്കിനി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകാം എന്ന് അവരുടെ അനുജ്ഞയാൽ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച് ഗൃഹമേധിനാം ഗൃഹസ്ഥന്മാരുടെ ധർമ്മങ്ങളെ അനുശിക്ഷമാണഃ ലോകത്തിന് ഉപദേശിക്കാനായി സമാംനായ ആംനാദം. സമാംനായം എന്നാൽ ശാസ്ത്രനിർദ്ദിഷ്ടം, ശാസ്ത്രനിർദ്ദിഷ്ടമായതും ഉഭയലക്ഷണം കർമ്മ ശ്രൗത സ്മാർത്ത ഉഭയലക്ഷണയുക്തമായ കർമ്മത്തെ, അതായത് ശ്രുതിപ്രകാരമുള്ള വാക്കുകൾ, വേദപ്രമാണമായിട്ടുള്ള വാക്കുകളാണ് ശ്രൗതം. ഇനി സ്മാർത്തം എന്ന് പറയുന്നത് സ്മൃതികളാണ്. സ്മൃതികൾ എന്ന് പറയുന്നത് നിയമവ്യവസ്ഥ പോലെയാണ്, അത് കാലാനുസൃതമായിട്ട് മാറ്റം വരും. എന്നാൽ ശ്രുതിക്ക് ഒരു കാലത്തും മാറ്റം വരില്ല, അത് എപ്പോഴും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് വേദത്തെ പ്രമാണമായിട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ സ്മൃതികൾ പ്രമാണമായിട്ട് എടുക്കുന്നത് പൊതുവെ കുറവാണ്, വേദമാണ് പ്രമാണമായിട്ട് എടുക്കുക. എന്നാൽ ഒരാൾ ഗൃഹസ്ഥാശ്രമമൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് ഈ സ്മൃതികളിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. കാരണം ഈ സ്മൃതികളിലൊക്കെയാണ് ഗൃഹസ്ഥാശ്രമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓരോ നിയമവ്യവസ്ഥകളൊക്കെ, ഇന്ന രീതിയിൽ വേണം ഒരാൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഈ സ്മൃതികളിലാണ്. അപ്പോൾ വേദപ്രമാണവും സ്മൃതിപ്രമാണവും രണ്ടും ആയിട്ടുള്ള കർമ്മത്തെ അഭിയുഞ്ജൻ അനുഷ്ഠിച്ചുകൊണ്ട് ഇനി വിവാഹം ചെയ്തത് ഇന്ദ്രന്റെ മകളെയാണ്. ഇന്ദ്രദത്തായാം ജയന്ത്യാം, ഇന്ദ്രനാൽ കൊടുക്കപ്പെട്ട ജയന്തി എന്ന ഭാര്യയിൽ ആത്മസമാനാനാം തനിക്ക് തുല്യരായ ആത്മജാനാം ശതം 100 പുത്രന്മാരെ ജനയാമാസ ജനിപ്പിച്ചു. അങ്ങനെ ലോകത്തിന് മുന്നിൽ അവരുടെ മര്യാദകൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ ഗുരുകുല വിദ്യാഭ്യാസം സ്വീകരിച്ചു. പിന്നീട് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു. ജയന്തി എന്ന ഭാര്യയെ സ്വീകരിച്ച് അതിൽ 100 മക്കളുണ്ടായി. ഇങ്ങനെ ജനിച്ച 100 മക്കളിൽ മൂത്ത മകനായ ഭരതൻ, ആ ഭരതന്റെ പേരിലാണ് പിന്നീട് ഈ അജനാഭ വർഷം ഭാരതം എന്ന പേരായി മാറിയത്. 9-ാമത്തെ ശ്ലോകം. യേഷാം ഖലു മഹായോഗി ഭരതഃ ജ്യേഷ്ഠഃ ശ്രേഷ്ഠഗുണഃ ആസീത് യേന ഇദം വർഷം ഭാരതം ഇതി
വ്യപദിശന്തി. യേഷാം ഈ 100 മക്കളിൽ ജ്യേഷ്ഠഃ ഭരതഃ ഖലു മൂത്തപുത്രനായ ഭരതനാകട്ടെ മഹായോഗി മഹായോഗിയുമായിരുന്നു. ശ്രേഷ്ഠഗുണഃ ആസീത് എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞവനും ആയിരുന്നു. അങ്ങനെ യേന യാതൊരു ഭരതൻ നിമിത്തം ഇതം വർഷം അതുവരെ അജനാഭം എന്ന് അറിയപ്പെട്ടിരുന്ന ആ വർഷം ആ ഭൂവിഭാഗം ഭാരതം ഇതി വ്യപദിശന്തി ഭാരതം എന്ന പേരിൽ അറിയപ്പെട്ടു വന്നു. അങ്ങനെ അജനാഭം എന്ന വർഷത്തിന് ഭാരതം എന്ന പേര് ലഭിച്ചത് ഭരതൻ രാജാവായതിനു ശേഷമാണ്. ഇനി ഭരതനെ കൂടാതെയുള്ള മറ്റു മക്കളിൽ പ്രസിദ്ധരായവരെ പരിചയപ്പെടുത്തുകയാണ്. 10, 11, 12 ശ്ലോകങ്ങളിലായിട്ട്. തം അനു കുശാവർത്ത ഇളാവർത്ത ബ്രഹ്മാവർത്ത മലയഃ കേതുഃ ഭദ്രസേന ഇന്ദ്രസ്പൃക് വിദർഭഃ കീകട ഇതി നവനവതി പ്രധാനാഃ. തം അനു അദ്ദേഹത്തിൻ്റെ ഇളയ ആളുകളായിട്ട് അനുജാതരായിട്ട് കുശാവർത്തൻ, ഇളാവർത്തൻ, ബ്രഹ്മാവർത്തൻ, മലയൻ, കേതു, ഭദ്രസേനൻ, ഇന്ദ്രസ്പൃക്, വിദർഭൻ, കീകടൻ എന്നീ 9 പേർ. മറ്റ് 90 പ്രധാനാഹ 90 പേരിൽ പ്രമുഖന്മാരായിരുന്നു. അപ്പോൾ ആകെ 100 പേരാണ്. അതിൽ ഒരാളാണ് ഭരതൻ. ബാക്കിയുള്ള 99-ലെ 9 പേർ ഇനി വേറെ പറയും. അതല്ലാതെയുള്ള 90 പേരിൽ ഇവർ പ്രസിദ്ധരായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ 99-ലെ മറ്റ് 9 പേരെ കുറിച്ചാണ് 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കവിഹി ഹരിഹി അന്തരീക്ഷഃ പ്രബുദ്ധഃ പിപ്പലായനഃ ആവിർഹോത്രഃ അധ ദ്രുമിളഃ ചമസഃ കരഭാജനഃ. ഇനി പറയുന്ന ഈ 9 പേർ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ ഇതി നവ. ഈ 9 പേർ 12-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. ഇതി ഭാഗവത ധർമ്മ പ്രദർശനാഹ നവ മഹാഭാഗവതാഹ തേഷാം സുചരിതം ഭഗവൻ മഹിമോപബൃംഹിതം വസുദേവ നാരദ സംവാദം ഉപശമായനം ഉപരിഷ്ടാത് വർണ്ണയിഷ്യാമഃ. ഇപ്പോൾ പറഞ്ഞ കവി തുടങ്ങിയ 9 പേർ മഹാഭാഗവതാഹ വലിയ ഭഗവത് ഭക്തന്മാരും ഭാഗവത ധർമ്മ പ്രദർശനാഹ ഭാഗവത ധർമ്മങ്ങളെ ലോകത്തിന് കാട്ടിക്കൊടുത്തവരും ആയിരുന്നു. ഭഗവൻ മഹിമോപബൃംഹിതം ഭഗവൻ മഹാത്മ്യത്താൽ മികച്ചതും ഉപശമായനം ഏവരെയും ശാന്തിമാർഗത്തിലേക്ക് എത്തിക്കുന്നതുമായ ഈ 9 പേരുടെ തേഷാം സുചരിതം അവരുടെ ശുഭചരിതം ഇപ്പോൾ പറയുന്നില്ല. ഇനി അത് വസുദേവ നാരദ സംവാദം ഭഗവാൻ കൃഷ്ണന്റെ അച്ഛനായ വസുദേവരുടെയും നാരദമുനിയുടെയും സംഭാഷണ രൂപത്തിൽ ഉപരിഷ്ടാത് ഇനി വരാൻ പോകുന്ന അധ്യായത്തിൽ, അതായത് 11 സ്കന്ധത്തിൽ 11-ാമത്തെ സ്കന്ധത്തിൽ ഈ കവി തുടങ്ങിയ 9 മഹാഭാഗവതന്മാരുടെ കഥ വിസ്തരിച്ച് പറയുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് അത് പറയുന്നില്ല എന്നുകൂടെ ഇവിടെ പരാമർശിക്കുന്നു. അപ്പോൾ ഭരതനെ കുറിച്ച് പറഞ്ഞു, ബാക്കി 9 പേരെ കുറിച്ച് ഇനി പറയാമെന്ന് പറഞ്ഞു. ഇനിയുള്ള 90 പേരിൽ 9 പേർ വളരെ പ്രശസ്തരായ ആ രാജാക്കന്മാരെ കുറിച്ചും പറഞ്ഞു. ഇപ്പോൾ ഭരതനടക്കമുള്ള 19 പേരുടെ കാര്യങ്ങൾ ഒന്ന് പരാമർശിച്ചു. ഇനി ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ പറയുകയാണ്. 13-ാമത്തെ ശ്ലോകം. യവീയാംസഃ ഏക അശീതിഃ ജായന്തേയാഃ പിതുഃ ആദേശകാരിണഃ മഹാശാലീനാഃ മഹാശ്രോത്രിയാഃ യജ്ഞശീലാഃ കർമ്മവിശുദ്ധാഃ ബ്രാഹ്മണാഃ ബഭൂവുഃ. ഇനി ഇളയവരായ യവീയാംസഃ ജായന്തേയാഃ ജയന്തിപുത്രന്മാരായ ഏക അശീതിഃ അശീതി എന്നാൽ 80 80ഉം 1ഉം ഏക 81 പേർ. ബാക്കിയുള്ള 81 പേർ പിതുഃ ആദേശകാരിണഃ അച്ഛനായ
ഋഷഭദേവന്റെ ആജ്ഞകളെ അനുസരിക്കുന്നവരും മഹാശാലീനാഹ അതിവിനയസമ്പന്നരും മഹാശ്രോത്രിയാഹ വേദ അധ്യയന നിരതന്മാരും യജ്ഞശീലാഹ യജ്ഞ അനുഷ്ഠാന സ്വഭാവമുള്ളവരും കർമ്മവിശുദ്ധാഹ കർമ്മത്താൽ ചിത്തശുദ്ധി വന്നവരുമായ യഥാർത്ഥ ബ്രാഹ്മണാഹ ബഭൂവുഹു. ബ്രാഹ്മണൻ എന്ന ആ ഒരു നാമം കൊണ്ട് ആരെയാണോ ഉദ്ദേശിക്കുന്നത് ആ പദത്തിന് ആ പദം അന്വർത്ഥമാക്കുന്നവരായി ഭവിച്ചു ഈ 81 പേരും. 14 ഭഗവാൻ ഋഷഭസപ്ഞഃ ആത്മതന്ത്രഃ സ്വയം നിത്യവൃത്ത അനർത്ഥപരംപരഃ കേവലാനന്ദാനുഭവ ഈശ്വരഃ ഏവ വിപരീതവത് കർമാണി ആരഭമാണഃ കാലേന അനുഗതം ധർമ്മം ആചരേണ ഉപശിക്ഷയൻ അതദ്വിദാം സമഃ ഉപശാന്തഃ മൈത്രഃ കാരുണികഃ ധർമാർത്ഥയശ പ്രജാനന്ദ അമൃത അവരോധേന ഗൃഹേഷു ലോകം നിയമയത്. 15 യത് യത് ശീർഷണി ആചരിതം യദ്യത് ശീർഷണ്യാചരിതം തത് തത് അനുവർത്തതേ ലോകഃ. ഋഷഭസപ്ഞഃ ഭഗവാൻ ഋഷഭൻ എന്ന പേരോടെ അവതരിച്ച ഭഗവാൻ സ്വയം ആത്മതന്ത്രഃ ഭഗവാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. എങ്കിൽ പോലും നിത്യനിവൃത്ത അനർത്ഥ പരമ്പരഃ ഇവിടെ ഒരു ശരീരം സ്വീകരിച്ചു വന്ന സ്ഥിതിക്ക് ഓരോ ഗൃഹസ്ഥനും അനുഷ്ഠിക്കേണ്ട നിത്യനിദാനങ്ങളൊക്കെ എല്ലാം അത് അനുഷ്ഠിച്ചേ പറ്റുള്ളൂ. ഈ ലോകജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതൊക്കെ ഒരു അർത്ഥം ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ അനർത്ഥ പരമ്പരകളോട് കൂടിയവനായിട്ട് കേവല ആനന്ദാനുഭവ വിശുദ്ധ ആനന്ദാനുഭൂതി സ്വരൂപനുമായിട്ടുള്ള ഈശ്വരഃ ഏവ ഈശ്വരൻ തന്നെയാണ് എങ്കിലും വിപരീതവത് അതല്ലാത്തൊരു സാധാരണക്കാരനെ പോലെ ഈശ്വരനാണ് എങ്കിലും അങ്ങനെ അല്ലാത്തൊരു സാധാരണക്കാരനെ പോലെ കർമാണി താൻ ചെയ്യേണ്ട കർമ്മങ്ങളെ ആരഭമാണഃ പുതിയ പുതിയ കർമ്മങ്ങളിലേക്ക് വ്യാപൃതനായിക്കൊണ്ട് കാലേന അനുഗതം ധർമ്മം കാലത്തിനനുസരിച്ച് ഇവിടെ പല മാറ്റങ്ങളും വരുന്നതാണ് ധർമ്മം. എല്ലാ കാലത്തും ഒരേപോലെയാണ് ധർമാനുഷ്ഠാനം എന്ന് കരുതാൻ സാധിക്കില്ല. അപ്പോൾ ആ കാലാനുസൃതമായ ധർമ്മത്തെ അതതുവിതാം അതറിഞ്ഞുകൂടാത്തവർക്ക് ആചരണേന ഉപശിക്ഷയൻ അത് ആചരിച്ചുകൊണ്ട് വേണം അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ. അങ്ങനെ ആ കാലത്തെ ധർമാനുഷ്ഠാനം എങ്ങനെയാണെന്ന് തൻ്റെ ജീവിതം കൊണ്ട് ഉപശിക്ഷയൻ കാട്ടിക്കൊടുത്തുകൊണ്ടും സമഹ സമദർശിയും ഉപശാന്തഃ എപ്പോഴും ശാന്തമായ പ്രകൃതത്തോടു കൂടിയവനും എല്ലാവരിലും മൈത്രഃ മൈത്രീഭാവമുള്ളവനും കാരുണികഃ കാരുണികനുമായി വർത്തിച്ച് ധർമ്മ അർത്ഥ യശ പ്രജാനന്ദാമൃത അവരോധേന ധർമ്മ അർത്ഥം യശസ് അതുപോലെ പ്രജ എന്ന് വെച്ചാൽ സന്തതി ആനന്ദം എന്നാൽ ആ ലൗകികമായി കിട്ടുന്ന ആനന്ദമൊക്കെ സുഖമാണെന്ന രീതിയിൽ അമൃതാവരോധേന അതേസമയം മോക്ഷം ഇവയുടെയൊക്കെ സംപ്രാപ്തിക്കായിട്ട് ലോകം ഈ ലോകത്തെ ഗൃഹേഷു നിയമയത് ഗൃഹസ്ഥവൃത്തികൾ എങ്ങനെ ആചരിക്കണം എന്ന ആ ചിന്തയിലേക്ക് ആളുകളെ എത്തിക്കാനായി സ്വയം നല്ലൊരു ഗൃഹസ്ഥനായി ഭവിച്ചു. അപ്പോൾ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു? ശീർഷണിയാചരിതം ഏറ്റവും തലപ്പത്തുള്ളയാൾ വളരെ ഭംഗിയായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് യത് എന്തൊക്കെയാണോ അവർ ചെയ്യുന്നത് ലോകഃ ലോകം തത് തത് അനുവർത്തതേ അത് കണ്ടിട്ടാണ് അനുസരിക്കുന്നത്. അവർ അതിനെയാണ് അനുഗമിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും തലപ്പത്തുള്ളവർ നല്ല ഭംഗിയിൽ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ്
വരും തലമുറ അല്ലെങ്കിൽ അവരുടെ അനുയായികൾ നല്ല കാര്യങ്ങൾ ആചരിച്ച് പഠിക്കുന്നത്. ഇനി ഭഗവാൻ തന്നെയാണ് വേദസ്വരൂപൻ എങ്കിൽ പോലും ലോകമര്യാദയനുസരിച്ച് താൻ തന്നെക്കാളും അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിച്ച് എങ്ങനെ നടക്കണം എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് തൻ്റെ രാജഗുരുക്കന്മാരായ ബ്രാഹ്മണർ പറഞ്ഞ വഴിയെ അദ്ദേഹം സഞ്ചരിച്ചു. അതാണ് 16-ാമത്തെ ശ്ലോകം. യദ്യപി സ്വവിദിതം സകലധർമ്മം ബ്രാഹ്മം ഗുഹ്യം ബ്രാഹ്മണൈഃ ദർശിതമാർഗേണ സാമാദിഭിഃ ഉപായൈഃ ജനതാം അനുശശാസ. സകലധർമ്മം, സർവധർമ്മങ്ങളും ബ്രാഹ്മം അടങ്ങിയ ഗുഹ്യം വേദരഹസ്യം യദ്യപി സ്വവിദിതം തനിക്ക് അറിയാം എന്നിരിക്കലും, യദ്യപി എന്നാൽ അങ്ങനെയാണെങ്കിൽ പോലും താൻ ഒന്നും അറിയാത്തവനാണ്, തന്നെ മറ്റുള്ളവർ വഴി നടത്തേണ്ടതുണ്ട് എന്ന രീതിയിൽ തൻ്റെ ഗുരുക്കന്മാരായി അവിടെ ഉള്ള ബ്രാഹ്മണൈഹി രാജഗുരുക്കന്മാരാൽ ദർശിതമാർഗേണ അവർ കാട്ടിക്കൊടുത്ത മാർഗത്തിലൂടെ സാമാദിഭിഹി, സാമം ഭേദം ദാനം ദണ്ഡം തുടങ്ങിയ ഉപായങ്ങളൊക്കെയുണ്ട്. ഒരു രാജാവ് അനുഷ്ഠിക്കേണ്ട ആ മാർഗങ്ങളാൽ ജനതാം തൻ്റെ അധീനതയിലുള്ള ജനങ്ങളെ അനുശശാസ അവരെ വേണ്ട വിധത്തിൽ കൊണ്ടു നടത്തി, അഥവാ അവരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോന്നു. 17-ാമത്തെ ശ്ലോകം. ദ്രവ്യദേശ കാല വയ ശ്രദ്ധ ഋത്വിക് വിവിധ ഉദ്ദേശ ഉപചിതൈഃ സർവൈഃ അപി ക്രതുഭിഃ യഥാ ഉപദേശം ശതകൃത്വ യാജ. ഓരോ രാജാക്കന്മാർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് യാഗങ്ങൾ നടത്താം. അങ്ങനെ ദ്രവ്യ ദേശ കാല വയ, ദ്രവ്യം ദേശം കാലം ആ യൗവനാവസ്ഥ, ശ്രദ്ധ ഋത്വിക്കുകൾ, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെ കൊണ്ട് സമ്പുഷ്ടമായ അദ്ദേഹം, ഈ രാജാവ് ഋഷഭദേവൻ വിവിധ ഉദ്ദേശ ഉപചിതൈഹി നാനാദേവതമാരെ പല പല ഉദ്ദേശങ്ങൾക്കായിട്ട് സർവൈഹി അപി ക്രതുഭിഹി പല രീതിയിലുള്ള യജ്ഞങ്ങളെ കൊണ്ട് യഥോപദേശം തനിക്ക് കിട്ടിയ ഗുരുക്കന്മാരുടെ ഉപദേശത്തിനനുസരിച്ച് ശതകൃത്വ 100 പ്രാവശ്യം ഇയാജ യജിച്ചു. വിവിധ ദേവത ഉദ്ദേശത്തോടുകൂടിയ 100 യാഗങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. 18-ാമത്തെ ശ്ലോകം. ഭഗവതാ ഋഷഭേണ പരിരക്ഷ്യമാണഃ ഏതസ്മിൻ വർഷേ ന കശ്ചന പുരുഷഃ വാഞ്ചതി അവിദ്യമാനം ഇവ ആത്മനഃ അന്യസ്മാത് കഥഞ്ചന കിമപി കർഹിചിത് അവേക്ഷത്തെ ഭർത്തരി അനുസവനം വിജൃംഭിത സ്നേഹാതിശയം അന്തരേണ. ഭഗവതാ ഋഷഭേണ, ഭഗവാനായ ഋഷഭദേവനാൽ പരിരക്ഷ്യമാണേ സംരക്ഷിക്കപ്പെട്ടു വന്ന ഏതസ്മിൻ വർഷേ ആ ഭൂവിഭാഗത്തിൽ കശ്ചന പുരുഷഃ ഒരാളും തന്നെ അനുസവനം പ്രദക്ഷിണം തങ്ങളുടെ നാഥനായ ഭർത്തരി പാലകനിൽ, അതായത് രാജാവായ ആ ഋഷഭദേവനിൽ വിജൃംഭിത സ്നേഹാതിശയം വർദ്ധിച്ചു വന്ന സ്നേഹാതിശയം അന്തരേണ അതല്ലാതെ തങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. അവിദ്യമാനം ഇവ, ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട, ഇതല്ലാതെ ഇനി എന്തു വേണം? കാരണം ഋഷഭദേവൻ അത്രയധികം പ്രജകളെ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആത്മനഃ അന്യസ്മാത്, തനിക്ക് മറ്റൊരാളുടെ അടുത്ത് നിന്ന് കിമപി എന്തെങ്കിലും, കഥഞ്ചന എങ്ങനെയെങ്കിലും, കർഹിച്ചിത് എപ്പോഴെങ്കിലും, നവാഞ്ചതി അവർ ആഗ്രഹിച്ചും ഇല്ല, ന അപേക്ഷത്തെ പ്രതീക്ഷിച്ചിരുന്നും ഇല്ല. ഋഷഭദേവൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് പ്രജകൾ തൻ്റേതല്ലാത്ത ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തില്ല. തങ്ങളുടെ നാഥനായ ഋഷഭനിൽ അവർക്ക് സ്നേഹാദരവുകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു.
19ാമത്തെ ശ്ലോകം. സഹ കദാചിത് അടമാനഃ ഭഗവാൻ ഋഷഭഃ ബ്രഹ്മാവർത്തഗതഃ ബ്രഹ്മർഷിപ്രവരസഭായാം പ്രജാനാം നിശാമയന്തീനാം ആത്മജാൻ അവഹിതാത്മനഃ പ്രശ്രയ പ്രണയഭര സുയന്ത്രിതാൻ അപി ഉപശിക്ഷയൻ ഇതി ഉവാച. സഹ ഭഗവാൻ ഋഷഭഃ, ആ ഭഗവാനായ ഋഷഭദേവൻ, കദാചിത് ഒരിക്കൽ തൻ്റെ മക്കളെയും കൂട്ടി അടമാനഃ ദേശാടനം ചെയ്തുകൊണ്ട് ബ്രഹ്മാവർത്തഗതഃ ബ്രഹ്മാവർത്തം എന്ന മറ്റൊരു ഭൂപ്രദേശത്ത് എത്തിച്ചേർന്നു. അവിടെയുള്ള ബ്രഹ്മർഷിപ്രവര സഭായാം ബ്രഹ്മർഷി മുഖ്യന്മാരുടെ സദസ്സിൽ വെച്ച് പ്രജാനാം നിശാമയന്തീനാം അവിടെയുള്ള പ്രജകളെല്ലാം കേട്ട് നിൽക്കവേ, ഇവിടെ മക്കൾക്കൊന്നും ഒരു ഉപദേശത്തിൻ്റെയും ആവശ്യമില്ല, അവരെല്ലാം തികഞ്ഞവരാണ്. അതാണ് പ്രശ്രയ പ്രണയഭര സുയന്ത്രിതാൻ, വിനയ സ്നേഹങ്ങളുടെ നിർഭരതയാൽ നിയന്ത്രിതരും അവഹിതാത്മനഃ മനസ്സടക്കമുള്ളവരാണ് തൻ്റെ മക്കൾ. എങ്കിലും അപി ആത്മജാൻ തൻ്റെ മക്കളെ ഉപശിക്ഷൻ ഉപദേശിക്കാൻ എന്നതുപോലെ ഈ ലോകത്തോടായിട്ട് ഈ ജനങ്ങളെ മുഴുവൻ സാക്ഷി നിർത്തി ചില ഉപദേശങ്ങൾ ഇദംഹ ആഹ ചില കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ഋഷഭദേവൻ തൻ്റെ മക്കളോടൊന്നിച്ച് ബ്രഹ്മാവർത്തത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കവേ അവിടെ ബ്രഹ്മർഷി മുഖ്യർ ഒത്തുചേർന്ന ഒരു സഭയിൽ പങ്കാളിയായി അവിടെ വെച്ച് തൻ്റെ സ്വപുത്രന്മാരെ അനുശാസിച്ച് എന്നതുപോലെ ഈ ലോകത്തോടുള്ള ചില ഉപദേശങ്ങൾ ഭഗവാൻ ഇപ്രകാരം പറയുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് 4ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ ഋഷഭദേവാനുചരിതേ 4ാധ്യായഃ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ